അതെന്നെ വിളിച്ചിട്ട് പോയതാ. അപ്പോൾ വിളിച്ചിട്ട് മടങ്ങളെ പോകാറുള്ളൂ. വിളിക്കുമ്പോൾ പൈസ കിട്ടില്ല എനിക്ക് ചിലപ്പോ മാത്രം. എത്ര രൂപ കിട്ടും? ചെലവ് കഴിച്ച് എത്ര രൂപ? 3000. അലിൻ ജോസിന് അങ്ങനെ ഭീഷണി വന്നിട്ടുണ്ടോ? ഇനി റിവ്യൂ പറയരുതെന്ന് പറഞ്ഞു. ഭീഷണി ഒരുപാട് വരാറുണ്ട്. ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നില്ല, നമ്മ വീട്ടിൽ കയറി പണിയാണ്, നമുക്ക് അതാ ശീലം. മാറ്റി നമുക്ക് പ്രേക്ഷകരുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിക്കാം. ഇപ്പോൾ അലിൻ ആറട്ടൻ അങ്ങനെ മലയാള സിനിമയിലെ റിവ്യൂ പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ശരിക്കും പ്രേക്ഷകർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അതായത് ഈ റിവ്യൂ പറയുമ്പോൾ മലയാള സിനിമ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നല്ല സിനിമകൾ റിവ്യൂ പറഞ്ഞ് മോശം കളി. ശരിക്കും മലയാള സിനിമയെ നശിപ്പിക്കുന്ന റിവ്യൂ പറയുന്നവരാണോ എന്നാണ് ചോദ്യം. ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ഒരു സിനിമ എന്ന് പറയണതിൽ അത് എത്ര പേരുടെ കഷ്ടപ്പാടാണെന്നറിയോ? അതിലേറ്റവും കഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡയറക്ടറാണ്. അയാൾക്ക് ആ സിനിമ തീരെ കട്ട് ഓഫ് പറയണ വരെ, പാക്കപ്പ് പറയണ വരെ അയാൾക്ക് ടെൻഷനായിരിക്കുള്ളൂ. ഉറക്കം ഉണ്ടാവില്ല, ഊണും ഉണ്ടാവില്ല. എത്ര പേരുടെ കഷ്ടപ്പാടാണെന്നറിയോ ഒരു പടം എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ റിവ്യൂ ഒക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ മോശമാക്കണം. അത് ഓരോ വ്യക്തികളും വന്ന് കണ്ട് അവരുടെ ഇതാണ് പറയേണ്ടത്. അല്ലാണ്ട് ഓരോരുത്തരും ഇതിനു വേണ്ടി മാത്രമായിട്ട് റിവ്യൂവിന് മാത്രമേ നിൽക്കണം, ശരിയല്ല. അതൊക്കെ നല്ല ആമ്പിള്ളയുടെ കൈ കിട്ടാത്തതുകൊണ്ടാണ്. മനസ്സിലായ? റിവ്യൂ പറയുന്നത് മോശമാണെന്നാണോ മറ്റു? പിന്നെ എന്താ കുറേ ഊളകൾ വീട്ടിൽ മാറി കുത്തിരിക്കുന്ന ഊളകളുണ്ട്. ഇതും കേട്ടിട്ട് അവൻ പറഞ്ഞത് പൊട്ടപ്പടമാണ്, മണ്ടപ്പടമാണ്, പോകണ്ട. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പം എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് എല്ലാവരും റിവ്യൂ പറയുക. അതാണ് അതിൻ്റെ മര്യാദ. അല്ലേ? റിവ്യൂ പറഞ്ഞതിന് എന്താ ഗുണം? നിങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് കിട്ടുന്ന ഗുണം ദോഷം എന്തോ? റിവ്യൂ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ച ആറട്ടണനോ. അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് ഒരു വർഷത്തെ ഒരു വെയിറ്റിങ്ങിലൂടെയാണ് ഞാൻ വന്നത്. പെട്ടെന്ന് എനിക്ക് വരാൻ പറഞ്ഞത്. പക്ഷേ ക്രിസ്റ്റഫറിലൂടെയാണ് ഞാൻ വരുന്നത്. നമുക്ക് ഞാൻ ദോഷമായിട്ട് പറയുന്നില്ല, പോസിറ്റീവായിട്ട്. ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ സിനിമയും കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ പാക്കപ്പ് പുള്ളിക്കുവരെ ഡയറക്ടർക്ക് ഞാൻ കാരണം പടത്തിന്റെ എല്ലാ യൂണിറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. വെയിലും മഴയും ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് അവര് ഒരു സിനിമ ചിത്രീകരിക്കുന്നത്. അപ്പൊ അവരെ ബഹുമാനിക്കുക. അലിനും കുറച്ച് മൂവികളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറയുന്ന കഷ്ടപ്പാടും തരണം ചെയ്തിട്ടാണ് നമ്മളും വന്നിരിക്കുന്നത്. കാരണം വെയിലും മഴയൊക്കെ നമ്മളും കൊള്ളാറുണ്ട്, പിന്നെ യൂണിറ്റ് വൈസും കൊള്ളാറുണ്ട്, പിന്നെ നടന്മാർ മാത്രം അധികം വെയിൽ കൊള്ളാറുണ്ടിരിക്കുള്ളൂ. മനസ്സിലായി? ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളും മെയിൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് അത്യാവശ്യം വെയിൽ കൊള്ളുന്നുണ്ട്. മനസ്സിലായി? കേരളം എന്നുള്ള സംഭവം എല്ലാവർക്കും ഉണ്ടാവൂലല്ലോ. എല്ലാവർക്കും കുട കൊടുക്കുക, കുട മേടിച്ചു കൊടുത്താൽ. അപ്പോൾ റിവ്യൂ പറഞ്ഞതിന്റെ എന്താ ഗുണം? സാധാരണ ഒരു സിനിമേനെ വേണ്ടി നമുക്ക് മോശമാക്കി കളയാലോ. കാരണം നിങ്ങളുടെ റിവ്യൂ എല്ലാ ഓൺലൈൻ മീഡിയാസും കവർ ചെയ്യുന്നു. ഞാൻ പറയുന്നത് മറ്റേ സിനിമയെ ദോഷപരമായിട്ട് ബാധിക്കുമെന്ന് തോന്നണില്ല. കാരണം എന്റെ ചിലപ്പോൾ ചില സമയത്തുള്ള പാട്ട് ഡാൻസ് ചിലപ്പോൾ ഓവറായിട്ട് തോന്നിയേക്കാം. ബാക്കിയൊന്നും എന്റെ പടമൊക്കെ വല്ല ഇറങ്ങുകയാണെങ്കിൽ റിവ്യൂ പറഞ്ഞാക്കണ്ട. അത് ലാസ്റ്റ് റിവ്യൂ ആയിരിക്കുള്ളൂ. എന്റെ അനിയന്മാര് നോക്കിക്കോളും. ബാക്കി എനിക്ക് ഈ കൊച്ചിയിൽ മാത്രമല്ല കേട്ടോ അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഉള്ളത്. ഈ കേരളത്തിന് മാത്രമല്ല, ഓൾ ഇന്ത്യ കണക്റ്റഡ് ആണ്. അലിൻ ജോസിന് അങ്ങനെ ഭീഷണി വന്നിട്ടുണ്ടോ? ഇനി റിവ്യൂ പറയരുതെന്ന് പറഞ്ഞു. ഭീഷണി ഒരുപാട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നില്ല, നമ്മ വീട്ടിൽ കയറി പണിയാണ്, നമുക്ക് അതാ ശീലം. മാർട്ടിനെ, ഇവർക്ക് റിവ്യൂ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പോൾ എന്തിനെന്ന് ഓരോരുത്തരൊക്കെ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിവ്യൂ പറയുന്നത് എന്തിനാണെന്ന് അങ്ങനെ ഓരോരുത്തരെ വേദനിപ്പിക്കുന്നത്? എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ? വേദനിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എടുത്ത് നോക്കണം. അതില് തിയേറ്റർ റെസ്പോൺസ് നോക്കിയിട്ട് പോകുക, അല്ലാണ്ട് റിവ്യൂ പറയാൻ അല്ല. അതിലൂടെയാണ് റിവ്യൂ വരുന്നത്. മനസ്സിലായി? അതിലെ ഞങ്ങൾ വന്ന് തുടങ്ങിയത്. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് റിവ്യൂ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്ത് പോയത്. മനസ്സിലായില്ലോ? സ്റ്റാർട്ടിങ് തന്നെ ഫോട്ടോച്ചിലേക്ക് ഒന്നും വന്നില്ലല്ലോ റിവ്യൂ പറയാൻ. അതാണ് നിനക്കൊക്കെ പറ്റിപ്പോയത്. ഫോട്ടോച്ചിലേക്ക് വന്നേച്ചെങ്കിൽ പിന്നെ നീ റിവ്യൂ എന്ന് പറഞ്ഞ വാക്ക് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞേനെ, മറന്നു കളഞ്ഞേനെ. ഫോട്ടോച്ചിലൊക്കെ വന്ന റിവ്യൂ പറയാം ഒരു ദിവസം. EVM-ലും അജന്തയിലൊക്കെ വന്നിട്ട് അടിപൊളി ഏരിയയാണ് അവിടെ. അവിടെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും. ഉപ്പുവെള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഉപ്പുവെള്ളം മാത്രം കുടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എൽബോ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ആശ്വാസമായിരിക്കും നിനക്ക്? എൽബോ ട്രീറ്റ്മെന്റ് കൂടിയുണ്ടോ നീ? എൽബോ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുനിച്ചങ്ങാട് നിർത്തിയിട്ട് പെടലിങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് എൽബോ ഇല്ലേ, അത് നടുവിനും മുതുകത്തെല്ലാത്തിനും ഇങ്ങനെ മസാജ് ചെയ്യും. നല്ല മസാജ്. അത് വേണമെന്നോ? നിനക്ക് വേണമെന്നോ? നല്ല മസാജാണ്. അല്ലിനെ, നമ്മളൊരു 140 രൂപ കൊടുത്ത് 140, 160 രൂപ കൊടുത്ത് നമ്മൾ സിനിമ കാണുന്നു. അപ്പം നമുക്ക് ആ സിനിമയുടെ അഭിപ്രായം പറയുന്നതിന് എന്താ തെറ്റ്?
നിങ്ങളെ അഭിപ്രായം ഓരോ വ്യക്തികളും അഭിപ്രായം പറഞ്ഞു, അല്ലാണ്ട് ഓരോരുത്തരും അതിനു വേണ്ടി റിവ്യൂ പറയാൻ നിൽക്കണം. അത് എടോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പറയാം, സാർ പറഞ്ഞതിനെ പറ്റി പറയാം. അപ്പൊ അത് പറയുന്ന ടാഗ് ചെയ്യപ്പെടുന്നതാണ്, മനസ്സിലായോ? ഇപ്പൊ ഓരോരുത്തര് കൊള്ളാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് പോകും, അതിനെ ആരും മറ്റേ അവരെ പീട്ടിക്കേറി അടിക്കാനൊന്നും നോക്കണില്ല, മനസ്സിലായി? ഇപ്പൊ അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അവർ പറയണത്. അവർക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഓരോരുത്തരുടെ അഭിപ്രായം, അങ്ങനെ പറയണം. അല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം ഒരാൾ റിവ്യൂ നിൽക്കണത്. എടോ പടം എന്ന് പറഞ്ഞാൽ എത്ര ഞാൻ പറയാം, നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വരുന്നതല്ലേ. ഇപ്പൊ ഓരോ എടാ നീ പൈസ കിട്ടാനും നിനക്ക് അതിന് ഫെയിം കിട്ടാനും പൈസ കിട്ടാനും അല്ലേ നീ തുടങ്ങിയത്. നിനക്ക് സോഷ്യൽ മീഡിയ ഈ അടുത്ത് അല്ലേ എന്തേലും ഒരു പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു തരുന്നതല്ല. അല്ലാണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരുടെ അത്രയും ഫെയിം ഉണ്ടെങ്കിൽ പോലും അവരുടെ റെമ്യൂണറേഷൻ അത്രയൊന്നും കിട്ടുന്നില്ലല്ലോ, റെമ്യൂണറേഷൻ തരുന്നില്ലല്ലോ. സിനിമയിലെ നടന്മാരുടെ മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ ഞാൻ അത് ഞാൻ പറഞ്ഞ 15-25 കോടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 1 ലക്ഷം 2 ലക്ഷം രൂപ തന്നിട്ട് നമ്മളെ കൊണ്ട് റിവ്യൂ പറയിക്കണല്ല. അങ്ങനെയാണ് പലരും കമന്റ് ചെയ്തിരുന്നത്, നമുക്ക് പൈസ കൊടുത്തിട്ട് റിവ്യൂ പറയണമെന്ന്. ഇത് നമുക്ക് വല്ലപ്പോഴും ചെറിയ സിനിമ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ട് സിനിമ എടുത്തുന്നു, ആ സിനിമ 10 പേര് കാണാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ എന്തെങ്കിലും ട്രാവൽ എക്സ്പെൻസ് എന്തെങ്കിലും തരാറുണ്ട്. അല്ലാണ്ട് സിനിമക്കാര് വലിയ നമുക്ക് സഹായം അത് ശരിയാണ്. ആസ്വദിക്കുന്ന ഒരുപാട് പേരില്ലേ, എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ അങ്ങനെ അതിനെ പറ്റി എന്താ അഭിപ്രായം? ഇവരെങ്ങനെ വന്ന് ഡാൻസ് കളിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഇപ്പൊ പോയി ഞാൻ അഭിപ്രായം പറയാൻ ഞാനൊരു ഒന്നുമില്ല, ഞാൻ ആരെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. അല്ല ഒരു പ്രേക്ഷകർ എല്ലാവർക്കും അവരവരുടെ വേദന, അവരവരുടെ ജീവിതം, അവർ ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.